അമേരിക്കയുടെ സൈനിക താവളങ്ങൾ അടച്ചുപൂട്ടണമെന്ന ഇറാന്റെ മുന്നറിയിപ്പ് അത് ലോക സമാധാനത്തിന് വേണ്ടിയാണ് എന്നുള്ളത് ലോകരാജ്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ഗൾഫ് രാജ്യങ്ങളിലൊക്കെ സൈനിക താവളങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്ക നടത്തുന്ന ഇറാൻ ആക്രമണം ശരിയല്ലെന്നും അതിൽ തിരിച്ചടിക്കുമെന്നും ഇറാൻ പറഞ്ഞിരിക്കുന്നത് വെറുതെയല്ല എന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഒരിക്കലും സമാധാനം ആഗ്രഹിക്കാത്തത് അമേരിക്കയാണെന്നും അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൈയും കെട്ടിയിരിക്കില്ലെന്നുമുള്ള വ്യക്തമായ മുന്നറിയിപ്പാണ് ഇറാൻ ഇപ്പോൾ നൽകുന്നത്. നേരായ യുദ്ധത്തിലൂടെയോ നടപടികളിലൂടെയോ ഇറാനെ തോൽപ്പിക്കാൻ കഴിയാതെ വരുമ്പോൾ പൂർണ്ണമായും വ്യാജ യുദ്ധങ്ങൾക്കാണ് ഇപ്പോൾ അമേരിക്ക പദ്ധതിയിടുന്നത്. ഇറാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കുമ്പോൾ അവർ തിരിച്ചടിക്കുകയും അതുവഴി യുദ്ധം ചെയ്യുമ്പോൾ ലോകരാജ്യങ്ങൾ പലതും ആഹാരം പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. മാത്രമല്ല എണ്ണവില ക്രമാതീതമായി വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം അമേരിക്കയുടെ പിടിവാശി മൂലം സംഭവിക്കുന്നതാണ്. അതിനെയാണ് വളരെ സമാധാനപൂർവ്വം ഇറാൻ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. അതിലും അമേരിക്ക പിന്തിരിയാൻ തയ്യാറായില്ലെങ്കിൽ ലോകത്ത് തന്നെ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. അതായത് മറ്റു പല മാർഗങ്ങളും പരാജയപ്പെടുമ്പോൾ ഇറാനെ കൊടുക്കാൻ വ്യാജ ആക്രമണ പദ്ധതി ഒരുങ്ങുന്നു എന്നാണ് ഇറാൻ വ്യക്തമാക്കുന്നത്. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിച്ചതുപോലെ ആക്രമണ പദ്ധതിക്ക് പിന്നിൽ എപ്സ്റ്റീൻ ഫയൽസിൽ ഉൾപ്പെട്ട അതേ ആളുകളാണെന്നും വ്യക്തമാകുമ്പോഴും ഇറാൻ ആത്മസംയമനം പാലിച്ചിരിക്കുകയാണ്. അവസാന മുന്നറിയിപ്പ് എന്ന രീതിയിൽ അമേരിക്കൻ ജനതയോടല്ല തങ്ങളുടെ യുദ്ധമെന്നും അമേരിക്കൻ യുദ്ധക്കൊതിയോടാണെന്നും ഇറാൻ വ്യക്തമാക്കുകയാണ്. എല്ലാം സഹിച്ചു നിന്നിട്ടും അതൊന്നും വിലവയ്ക്കാതെ ഇറാനിലെ പ്രധാന നഗരങ്ങളിൽ കഴിഞ്ഞ രാത്രിയിലും അമേരിക്കയും ഇസ്രായേലും ആക്രമണം നടത്തി. വിവിധയിടങ്ങളിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 15 പേർ കൊല്ലപ്പെട്ടതായും കണക്കുകൾ വരുന്നു. അതുപോലെ ഇസ്രായേൽ സൈനിക നടപടിയിൽ ലെബനനിൽ മരണം 826 എന്ന സംഖ്യയിലെത്തുകയും ചെയ്തു. അതോടെയാണ് ഇറാൻ കാര്യങ്ങൾ വളരെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് അയൽ രാജ്യങ്ങളോട് അമേരിക്കൻ സൈനിക താവളങ്ങൾ അടച്ചുപൂട്ടാൻ ഇറാൻ വീണ്ടും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. മേഖലയിൽ അമേരിക്കൻ സാന്നിധ്യം ഉണ്ടാകരുതെന്നും സമാധാനം ഉറപ്പാക്കാൻ അതാണ് മാർഗമെന്നും ഗൾഫ് രാജ്യങ്ങളോട് ഇറാൻ വിദേശകാര്യമന്ത്രി അറിയാവുന്ന ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു. ലോക സമാധാനം ആഗ്രഹിക്കുന്നവർ അമേരിക്കയല്ല വിശ്വസിക്കേണ്ടത്, മറ്റു രാജ്യങ്ങളെ ഉപയോഗിച്ച് തങ്ങളുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്ന അമേരിക്കയുടെ കുടില തന്ത്രങ്ങളാണെന്നും ഇറാൻ പറയുമ്പോൾ അവർ ഭൂമിയോളം സഹിച്ചുവെന്നും എന്നിട്ടും ചവിട്ടിത്താഴ്ത്താനാണ് പദ്ധതിയെങ്കിൽ തിരിച്ചടി പ്രവചനാതീതമാണെന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. ഇറാൻ ചില തിരിച്ചടികൾ നൽകിയിരിക്കുന്നു. അതുപ്രകാരം കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് നേരെ ആക്രമണമുണ്ടായി. റഡാർ സംവിധാനം ആക്രമിക്കപ്പെട്ടത് ഡ്രോണുകൾ അയച്ചാണ്. സൗദി അൽ ഖർജിൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു. മുന്നറിയിപ്പ് ലഭിച്ചാൽ പുറത്തിറങ്ങരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. UAE ഫുജൈറ ഓയിൽ ഇൻഡസ്ട്രി സോണിൽ ആക്രമണമുണ്ടായിരിക്കുന്നു. ഇറാഖിൽ നിന്ന് ഉടൻ പുറത്തു കടക്കാൻ അമേരിക്കൻ പൗരർക്ക് നിർദ്ദേശം നൽകേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ ഇറാൻ തുടങ്ങിയാൽ പലതും നടക്കുമെന്നും അമേരിക്ക വിറയ്ക്കുമെന്നും ഇറാൻ കാണിച്ചു കൊടുത്ത സംഭവം കൂടിയായിരുന്നു അത്. അങ്ങനെ ലോക സമാധാനം തകർക്കുന്നതാര് എന്ന് കണ്ടെത്താനും അവരെ ഒറ്റപ്പെടുത്തണമെന്നുമുള്ള കാര്യങ്ങൾ വ്യക്തമായി വരികയാണ്.